SUCI ആശാസമരത്തിൽ വെട്ടിലായി KPCC. INTUC നിലപാട് തിരിച്ചടിയെന്ന് കോൺഗ്രസ് നേതൃത്വം. INTUCയെ അനുനയിപ്പിക്കാനും KPCC നീക്കം തുടങ്ങി. നൃപൻ ചേരുകയാണ്. നൃപൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി സംഘടനയാണ് INTUC. ഈ ആശാസമരത്തിന് ഒരു കാരണവശാലും പിന്തുണ നൽകില്ല എന്നൊരു നിലപാട് INTUC ആദ്യം മുതലേ സ്വീകരിക്കുന്നുണ്ട്. അതിനവർ കൃത്യമായ കാരണങ്ങളും പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് UDF നേതാക്കൾക്ക് ഇക്കാര്യം ബോധ്യമായ മട്ടില്ല. അവർ വലിയ തോതിൽ പിന്തുണ നൽകുകയാണ്. ഇപ്പോൾ ഈ INTUCയുടെ നിലപാട് ജനങ്ങളെ തന്നെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് മാറിയിരിക്കുന്നു. നൃപൻ, തീർച്ചയായും ഷമ്മി, ഈ സമരത്തിൻ്റെ ഉറവിടം എന്താണെന്നും ഇത് ആസൂത്രണം ചെയ്ത് ആരാണ് എന്ന കാര്യവും നേരത്തെ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. അതായത് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമ്പോൾ അക്രമം ഉണ്ടാകണം, തുടർന്ന് ലാത്തിചാർജ് ഉണ്ടാകണം, അത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കണമെന്നൊക്കെ തന്നെ SUCയുടെ തന്നെ ഈ സമരം നടത്തുന്ന നേതൃത്വം നൽകുന്ന SUCയുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകളൊക്കെ തന്നെ കേരളം ചർച്ച ചെയ്തതാണ്. അത്തരത്തിൽ RSSൻ്റെയും BJPയുടെയൊക്കെ പിന്തുണയോടുകൂടി ഒരു സംഘടന ബംഗാളിലടക്കം സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി സിംഗൂർ സമരത്തിന് നേതൃത്വം നൽകിയ SUC എന്ന സംഘടന ഒരു സമരം ആസൂത്രണം ചെയ്യുന്നു. കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്നതായിരുന്നു ആ സമരത്തിൻ്റെ ലക്ഷ്യം. അതിന് ആശാ വർക്കർമാരുടെ വിഷയം ഏറ്റെടുക്കുന്നു. ആ വിഷയത്തെ അവരെ മുൻനിർത്തിക്കൊണ്ട് സമരം ഏറ്റെടുക്കുന്നു. ആ സമരത്തിന് പിന്നിൽ VD സതീശനും BJPക്കൊപ്പം ചേർന്ന് UDFും ചേരുന്നു. അത്തരത്തിൽ ആ വിഷയത്തെ സർക്കാർ തുറന്നു കാട്ടി ഇതിനകത്ത് ആശാ വർക്കർമാരുടെ യഥാർത്ഥ ന്യായമായ വിഷയത്തിനൊപ്പമാണ് സർക്കാർ എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം തുടരുന്നത് എന്നതാണ് CITU അടക്കമുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ചോദിച്ചത്. ആ ചോദ്യം തന്നെയായിരുന്നു INTUCയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള R ചന്ദ്രശേഖരൻ്റെ പ്രതികരണത്തിലൂടെ വെളിവായത്. അദ്ദേഹം പറഞ്ഞത് ആശാ വർക്കർമാരുടെ കേന്ദ്ര സ്കീമാണ്, അക്കാര്യത്തിൽ അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നതാണ് ദേശീയ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ INTUCയുടെയും CITUവിൻ്റെയും AITUC അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ആ കാരണം ഉയർത്തി CITU നേരത്തെ തന്നെ സമരരംഗത്താണ്, INTUC ഇപ്പോൾ സമരരംഗത്ത് വന്നിട്ടുണ്ട്. ആ നിലപാട് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് ഇപ്പോൾ കോൺഗ്രസിന് വെട്ടിയിലാക്കിയിട്ടുള്ളത്. KPCC നേതൃത്വം INTUCയുടെ സംസ്ഥാന നേതാക്കളുമായി ചർച്ച ചെയ്തു. അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് M. ലിജു, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു അടക്കമാണ് ഈ ചർച്ചകൾ പങ്കെടുത്തത്. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിൽ തൽക്കാലം ഉപദ്രവിക്കരുത്. കാരണം ഈ സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിൽ വസ്തുത ഇതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് സർക്കാരിന് അനുകൂലമായി മാറും, കോൺഗ്രസിന് അത് തിരിച്ചടിയായി മാറും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് പോകരുത്. SUC സമരത്തെ പിന്തുണയ്ക്കണമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ SUC സമരത്തെ തൽക്കാലം പരസ്യമായി തള്ളിപ്പറയരുത് എന്നാണ് അവരോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇങ്ങനെ തള്ളിപ്പറഞ്ഞാൽ അത് സർക്കാരിനെ സംബന്ധിച്ച് അനുകൂലവും പ്രതിപക്ഷത്തിന് തിരിച്ചടിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് പോകരുത് എന്ന അഭ്യർത്ഥനയാണ് നടത്തിയത്. പക്ഷേ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് അവർക്ക് നൽകിയ മറുപടി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം INTUC തനതായി ആശാ വർക്കർമാരുടെ സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ നിലപാടിൽ മാറ്റമില്ല എന്നതാണ്. പക്ഷേ ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ തന്നെ KPCC പറഞ്ഞിട്ടുള്ള നിർദ്ദേശം INTUC ഈ വിഷയത്തിൽ പ്രകോപിപ്പിക്കാൻ പോകരുത്, INTUC വഴിക്ക് പോകട്ടെ, നിങ്ങളിപ്പോൾ അവരോട് മറുപടി പറഞ്ഞ് പ്രകോപനത്തിലേക്ക് പോയാൽ കൂടുതൽ വഷളാകുമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഷമ്മി തുടക്കത്തിൽ ചോദിച്ചതുപോലെ അക്ഷരാർത്ഥത്തിൽ എത്ര കാലം ഇത് മറച്ചു വെച്ചിരുന്നാലും ബോധപൂർവം ഒരു സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചില സംഘടനയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് UDF ഒപ്പം തന്നെ BJP നടത്തിയ സമരത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, വസ്തുതകൾ INTUCയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാവുകയാണ്. സമരം കൂടുതൽ ഒറ്റപ്പെടുന്നുണ്ട്. സമരക്കാർ ഉയർത്തുന്ന വിഷയം ന്യായമാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് എന്ന കാര്യം ഭൂരിപക്ഷം ആശാവാർക്കും മനസ്സിലാക്കിയിട്ടുണ്ട്, പൊതുജനത്തിനും അത് മനസ്സിലായി. പക്ഷേ ഒരു സംഘം മാധ്യമങ്ങളും ഈ UDF SUCI ഒപ്പം തന്നെ BJP കൂട്ടുകെട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണം ഇപ്പോഴും. തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ കോൺഗ്രസും UDFും ഒക്കെ അതിന് പിന്തുണ നൽകിയെങ്കിലും പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇത് സംഘപരിവാറിൻ്റെ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു സമരമാണ് എന്നുള്ളത്. കാരണം നമ്മൾ ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും വലിയ പ്രാധാന്യമാണ് ഈ സമരത്തിന് അവർ നൽകുന്നത്. അതുമാത്രവുമല്ല, സംഘപരിവാറിൻ്റെ അറിയപ്പെടാത്ത മുഖങ്ങളുടെ ഒരു ഘോഷയാത്ര ഈ വേദിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതായത് വലിയ പിന്തുണ സംഘപരിവാറും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഈ സമരത്തിന് നൽകുന്നു. കോൺഗ്രസ് അതിൽ പോയി തലവെച്ചു കൊടുക്കുന്ന
എന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ INTUC-ക്ക് കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടാവും. ഇപ്പോൾ CITU സ്വന്തമായി സമരം നടത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് CITU കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസ്ഥാനത്തെമ്പാടും സമരം നടത്തുന്നുണ്ട്. കേന്ദ്ര ഓഫീസുകൾക്ക് നേരെ സമരം നടക്കുന്നുണ്ട്. അതുപോലെ സമരം INTUC-ക്കും സ്വാഭാവികമായും ഏറ്റെടുക്കാം. ഈ തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുക. ഇപ്പോൾ SUCA-യുടെ ആൾക്കാരുടെ ഓരോ പ്രസ്താവന കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അവരുടെ വിഷയം ആശാ വർക്കർമാരോ അവരുടെ വേതന വർധനവോ അല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു നേതൃത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണെന്ന് നമുക്ക് ഓരോ ബൈറ്റുകളിൽ നിന്നും നമുക്ക് വ്യക്തമാവും. അത് മാത്രവുമല്ല, സുരേഷ് ഗോപിയെ വീട്ടിൽ പോയി വിളിച്ച് കൊണ്ടുവന്നതാണെന്ന് സുരേഷ് ഗോപി തന്നെ പറയുന്ന ഒരു സാഹചര്യം. നൃപൻ, ഷമ്മി, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ ട്രേഡ് യൂണിയനുകൾ ഉയർത്തുന്ന പ്രക്ഷോഭവും സമരവും ഒക്കെ തന്നെ നേരത്തെ തന്നെ അവർ ഈ മുദ്രാവാക്യം ഉയർത്തിയതാണ്. ഇപ്പോൾ SUC ഉയർത്തും പോലെയല്ല, ആ തൊഴിൽ അവകാശങ്ങൾ, നിയമനങ്ങൾ, ഒപ്പം തന്നെ പിരിച്ചുവിടലിനെതിരെ അടിസ്ഥാന ശമ്പളം, പ്രോവിഡന്റ് ഫണ്ട്, ഒപ്പം തന്നെ അവർക്കുള്ള സേവന കാലാവധിയിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ വിഷയത്തിലും CITU-യും INTUC-യും അടക്കമുള്ള ATUS അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ നേരത്തെ തന്നെ ഉയർത്തുന്ന വിഷയമാണ്. ആശാ വർക്കർമാരുടെ അടിസ്ഥാന ശമ്പളം ഉയർത്തുക, അവരെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേരത്തെയുള്ള നിലപാടാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവർ കാലങ്ങളായി ഉയർത്തുന്ന, അതായത് INTUC ഉയർത്തുന്ന വിഷയങ്ങൾക്കൊപ്പമല്ല കേരളത്തിലെ കോൺഗ്രസ് UDF നിൽക്കുന്നത്. അത് ഏറ്റെടുക്കാതെ ഈ SUC എന്ന് പറയുന്ന തീവ്ര ഇടതുപക്ഷ സംഘടന എന്ന് പറയുകയും എന്നാൽ എല്ലാ സ്ഥലത്തും ഇടതുപക്ഷ നയങ്ങൾ പിന്തുടരുന്ന സർക്കാരുകളെ അട്ടിമറിക്കാൻ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനയ്ക്കൊപ്പം സമരത്തിന് ഇറങ്ങിയതിനാണ് വലിയ തരത്തിലുള്ള വിയോജിപ്പ് INTUC അടക്കമുള്ള സംഘടനയ്ക്കുള്ളത്. ഇത് കൂടുതൽ ചർച്ചകളിലൂടെ വെളിവാകുന്നതാണ് ഇപ്പോൾ കോൺഗ്രസിനെ വല്ലാത്ത തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് പോകരുത് എന്നതാണ് ഇപ്പോൾ KPCC നേതൃത്വം INTUC-യോട് ആവശ്യപ്പെടുന്നത്. INTUC ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനയാണ്. അവർ തമ്മിൽ പല കാര്യങ്ങളിലും VD സതീശനുമായും R ചന്ദ്രശേഖരനും പരസ്പരം ഏറ്റുമുട്ടിയ നേതാക്കളാണ്. പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. VD സതീശന്റെ ഇത്തരം നീക്കങ്ങളുടെ വിയോജിപ്പ് R ചന്ദ്രശേഖരൻ അടക്കമുള്ള നേതാക്കൾക്കുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ INTUC പറയുന്നത് നേരത്തെ ഷമ്മി ചോദിച്ചതുപോലത്തെ കാര്യമാണ്. ആ കാര്യങ്ങളിൽ ഉറച്ച് INTUC നിൽക്കുന്നു. KPCC ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയും ചെയ്യുന്നു. ഈ സമരമെന്ന തരത്തിൽ നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ സംഘപരിവാർ സംഘടനകൾ പ്രദേശത്ത് നിന്ന് ഈ ആശാ വർക്കർമാരല്ലാത്ത സ്ത്രീകളെ ഓരോ ദിവസവും സമരപ്പന്തലിൽ എത്തിക്കുന്നുണ്ട്. ആ പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്ന ദിവസങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് വാഹനത്തിൽ BJP-യുടെ കൊടി വെച്ച് തന്നെ അവിടെ സമരപ്പന്തലിലേക്ക് ആളെ എത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന ഒരു സമരത്തിന് നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയെ കേന്ദ്ര സ്കീമാണ് ഈ പറഞ്ഞ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച് നൽകേണ്ടത്, അവരെ തൊഴിലാളികളെ അംഗീകരിക്കേണ്ടത് കേന്ദ്രമാണെന്നിരിക്കെ സുരേഷ് ഗോപിയെ വീട്ടിൽ പോയി ക്ഷണിച്ചിട്ടാണ് താൻ ഈ സമരത്തിൽ വന്നത് എന്ന് സുരേഷ് ഗോപി തന്നെ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അവിടെ സുരേഷ് ഗോപിയെ പാട്ടുപാടി സ്വീകരിക്കുന്നു, കൈയടിക്കുന്നു. ആ സുരേഷ് ഗോപിയോട് ഒരാൾ പോലും ചോദ്യം ചോദിക്കുന്നില്ല. ഇത് കേന്ദ്ര സ്കീമല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച് തരാത്തത്, ഒപ്പം തന്നെ നിങ്ങൾ എന്താണ് 100 കോടി കുടിശ്ശിക സംസ്ഥാന സർക്കാർ നൽകാത്തത് എന്നൊരു ചോദ്യവും ഈ സമരക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല.